അപ്പോൾ ഇതാണ് നമ്മുടെ ഡീലിങ്ങിൻ്റെ വൈഫൈ 6 സപ്പോർട്ട് ചെയ്യുന്ന അക്വൈല പ്രോ എ ഐ എന്ന് പറയുന്ന AX3000 വൈഫൈ 6 സ്മാർട്ട് മെഷ് വൈഫൈ റൗട്ടർ കേട്ടോ. ഇതിൻ്റെ മോഡൽ നമ്പർ M30 എന്നാണ്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വൈഫൈ റൗട്ടർ എന്ന് പറഞ്ഞാൽ ഇതൊരു ന്യൂ ഡിസൈനാണ് കേട്ടോ. ഈ വളഞ്ഞിരിക്കുന്ന ഈ മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്ന സാധനം കണ്ടോ, ഇത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ ചുണ്ടൻ വള്ളത്തിൻ്റെ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു ആൻറ്റിനയല്ല, ഇതൊരു ആൻറ്റിന തന്നെയാണ്. പക്ഷേ ഒരു ലേറ്റസ്റ്റ് മോഡൽ ഡിസൈനാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഫാമിലി 50,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുവാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ഈ ഒരു ചാനലിൽ കിടക്കുന്ന വീഡിയോസ് നിങ്ങൾ പുറകോട്ടൊന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഒരൊറ്റ വീഡിയോ പോലും ഞാൻ നിങ്ങളെ ആരെയും പറ്റിക്കുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടില്ല. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളല്ലാതെ ഒന്നും എൻ്റെ ഈ ഒരു ചാനലിലൂടെ കാണിച്ച ആളുകളെ പറ്റിക്കരുന്ന് എനിക്ക് ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇത് ഒരു ചാനൽ എന്ന് തന്നെ പറയാൻ സാധിക്കില്ല. ഇത് എൻ്റെ കമ്പനിയുടെ പ്രസ്റ്റീജിൻ്റെ ഒരു കാര്യം കൂടെയാണ്. ഞാൻ ഉപയോഗിച്ച് അതെനിക്ക് നല്ലതെന്ന് തോന്നിയാൽ മാത്രമാണ് അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അതേപോലെ ഇന്ന് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഡീലിങ്ങിൻ്റെ ഈ ഒരു ആക്സസ് പോയിന്റ്. ഇത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന 2025 ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ പ്രോഡക്റ്റ് ആണിത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടാം. കൂടാതെ നമുക്ക് അടുത്ത ദിവസം കാണാനുള്ള 2 പ്രോഡക്റ്റും കൂടെ ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോസ് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണം. ഇത് TP-Linkന്റെ OC200 എന്ന് പറഞ്ഞൊരു കൺട്രോൾ പാനലാണ്. നമുക്ക് ഒമാഡ കൺട്രോൾ പാനൽ എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡിവൈസ് നമ്മൾ അടുത്ത ദിവസം ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടും. അതുപോലെ തന്നെ ഹിക്യൂഷൻ്റെ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറയാണിത്. ഇത് 6 മെഗാ പിക്സൽ വാല്യൂ സീരീസിൽ വരുന്ന ക്യാമറയാണ്. വലിയ കോസ്റ്റ് വരുന്ന ക്യാമറയല്ല. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും എല്ലാം നമുക്ക് അടുത്ത ദിവസം കാണാം. നമ്മൾ വൈഫൈ ആക്സസ് പോയിന്റ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് കാരണങ്ങളാണ് അതിനകത്ത് നല്ലതാണോ ചീത്തയാണോ നമുക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും നോക്കാറുള്ളത്. ഒന്ന്, നല്ല കവറേജ് കിട്ടുമെന്ന് നോക്കും. 2, നല്ല പെർഫോമൻസ് കിട്ടുമെന്ന് നോക്കും. ഇപ്പോൾ വൈഫൈ 5, അതായത് 5 GHz ബാൻഡിൽ വർക്ക് ചെയ്യുന്ന വൈഫൈ 5 ആണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈഫൈ ആക്സസ് പോയിന്റ്. അപ്പോൾ ഇത് വൈഫൈ 6 ആണ്. കുറച്ചും കൂടെ പെർഫോമൻസ്, അതായത് തിയററ്റിക്കലി പറയുവാണെങ്കിൽ വൈഫൈ 5നെ അപേക്ഷിച്ച് 3 ഇരട്ടി പെർഫോമൻസ് കൂടുതൽ കിട്ടുന്നതാണ് വൈഫൈ 6 എന്ന് പറയുന്നത് കേട്ടോ. നല്ല 4K TVയിലേക്ക് നമ്മൾ ലൈവ് സ്ട്രീം ചെയ്ത് സിനിമ കാണുന്ന സമയത്തും, അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് ഗെയിം കളിക്കുന്ന സമയത്തും, നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല പെർഫോമൻസ് ഉള്ള ഇൻ്റർനെറ്റ് നമുക്ക് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിവൈസിന് എന്തായാലും സാധിക്കും. മാത്രമല്ല, നമ്മളൊരു വൈഫൈ ആക്സസ് പോയിന്റ് പർച്ചേസ് ചെയ്ത് നമ്മൾ കാശ് കൊടുത്ത് ഇൻ്റർനെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടുകാർ അത് ഹാക്ക് ചെയ്തുകൊണ്ട് പോകുന്നതും, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുട്ടികൾ ഇന്റർനെറ്റ് നമ്മുടെ അനുവാദമില്ലാതെ എടുത്ത് പല സൈറ്റിൽ കൂടെ കയറി നടക്കുന്നതൊന്നും നമ്മൾ പേരൻസിന് ആർക്കും ഇഷ്ടപ്പെടുകയില്ല അല്ലേ? അപ്പൊ ആ കാര്യം ഒരു മൊബൈൽ ആപ്പിലൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിവൈസും കൂടെയാണിത്. നമ്മളിതിപ്പോൾ ഒരു ടേബിളിലൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ തന്നെ വളരെയധികം ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു 12 വോൾട്ട് 1 ആംപിയർ അഡാപ്റ്ററും വരുന്നുണ്ട്. ഒരു ചെറിയൊരു പാച്ച് കോഡും വരുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് 5 പോർട്ടുകൾ കാണാൻ സാധിക്കും. RJ45 പോർട്ടുകൾ. 4 നമുക്ക് RJ45 പോർട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ നമുക്ക് വയേർഡായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരെണ്ണം നമുക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ മെയിൻ റൗട്ടറിൽ നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ മോഡത്തിൽ നിന്ന് വന്നിരിക്കുന്ന കേബിൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഈ യെല്ലോ പോർട്ടിലേക്കാണ്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു പവർ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 12 വോൾട്ട് DC പിൻ കൊടുത്തിട്ടുണ്ട്. ഒരു WPS ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റീസെറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് അസൗകര്യമാണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയുണ്ട്. ഇതിൻ്റെ കോൺഫിഗറേഷൻ വളരെ സിമ്പിളാണ് കേട്ടോ. അക്വേല പ്രോ AI എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആൻഡ്രോയിഡിലും ഐഫോണിലും അവരുടെ ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ന്യൂ ഡിവൈസ് ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓൺ ആയിട്ടിരിക്കുന്ന ആ ഒരു ഡിവൈസിൻ്റെ ബാക്ക് സൈഡിൽ ഒരു QR കോഡ് അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസിനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ
ഫോണിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും അമേരിക്കയിലെ ഒരു പ്രോഡക്റ്റ് ഇതേപോലെയുള്ള വയർലെസ് എക്യുപ്മെന്റ് വിൽക്കണം എന്നുണ്ടെങ്കിൽ അത് FCC അപ്രൂവ്ഡ് ആയിരിക്കണം. ഇനി യൂറോപ്പിലാണെന്നുണ്ടെങ്കിലോ അവിടെ CE അപ്രൂവ്ഡ് ആയിരിക്കണം. നമ്മുടെ ഇന്ത്യയിലും 2017 മുതലേ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. അത് TEC, അതായത് ദേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സെന്ററിന്റെ ഒരു അപ്രൂവൽ കിട്ടണം. എന്നെങ്കിൽ മാത്രമാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രോഡക്റ്റ് വിൽക്കാവുള്ളൂ. അപ്പോൾ 2017 മുതൽ ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവര് പറഞ്ഞിരിക്കുന്ന ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് ആ പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഒക്കെ ഉള്ള പ്രോഡക്റ്റ് ആണ്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അതായത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്കും പ്രകൃതിക്കും ഉള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല. നല്ലതാണ് എന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടെസ്റ്റിംഗ് ഏജൻസി. അപ്പോൾ അത് ഗവൺമെന്റിന്റെ ആ ഒരു ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുമ്പോഴത്തേക്കും അവർ അപ്രൂവ് ചെയ്തേക്കണ കുറച്ച് ലാബിൽ മാത്രം വിട്ടാണ് പരിശോധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പരിശോധിച്ചിട്ട് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് TEC. TEC സർട്ടിഫിക്കറ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്ന വളരെ ചുരുക്കം കമ്പനീസ് മാത്രമേ ഉള്ളൂ. അതിൽ ഒരെണ്ണമാണ് ഡീലിങ്ക്. ഡീലിങ്കിന്റെ ഈ ഒരു പ്രോഡക്റ്റിന് ആ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ദേ ഇവിടെ സെർച്ച് ബട്ടന്റെ മുകളിൽ M30 എന്ന് കൊടുത്താൽ മതി നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ മോഡൽ നമ്പർ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഡീലിംഗ് ഇന്ത്യ ലിമിറ്റഡ്, ആക്സസ് പോയിന്റ് ആൻഡ് CPE M30 ഡിവൈസ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇവിടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന ഏത് ഡിവൈസ് ആണെങ്കിലും അതെല്ലാം ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോൺഫിഗറേഷൻ വീഡിയോസ് നമ്മുടെ ചാനൽ നമ്പർ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ നമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ നിങ്ങൾ ഓൾറെഡി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ജോയിൻ എന്നുള്ള ബട്ടണായിരിക്കും അവിടെ കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രമല്ല, ഞാനിട്ടിരിക്കുന്ന 100 കണക്കിന് കോൺഫിഗറേഷൻ വീഡിയോസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിവൈസ് വലിയ കോസ്റ്റ് ഒന്നും വരുന്നതല്ല. ഡിവൈസിന്റെ വില എത്രയാണെന്നുള്ള കാര്യം ഞാൻ കമന്റ് ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നെക്സ സിസ്റ്റം എന്നുള്ള നമ്മുടെ ഈ ഒരു ചാനലിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞങ്ങളൊരു ചാനലല്ല കേട്ടോ, നമ്മൾ ആക്ച്വലി എറണാകുളത്തുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിലൂടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന നല്ല പ്രോഡക്റ്റുകൾ മാത്രമാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിച്ച് ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ഇൻസ്റ്റലേഷന്റെ കാര്യത്തിനകത്ത് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രോഡക്റ്റുകൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ നിങ്ങൾക്ക് വരുവാണെങ്കിലും സർവീസിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അതുപോലെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.